നമസ്കാരം, ഗസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ആരോഗ്യ പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ ഡോക്ടർ ഗോപിനാഥൻ സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം. കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഡോക്ടറായിട്ടാണ്. പിന്നെ ഈ സാമൂഹ്യ പ്രവർത്തനം എന്നുള്ളത് ഏത് പോയിന്റിലാണ് അവിടേക്കൊരു ഒരു മാറ്റം വന്നത്? ഡോക്ടറുടെ സേവനം തന്നെ സാമൂഹിക സേവനത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക പോയിന്റിൽ അങ്ങനെ മാറിപ്പോയതല്ല, അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് സാമൂഹിക സേവനം ചെയ്യുന്നത്. മിലിറ്ററിയിലെ ഡോക്ടറായിട്ടായിരുന്നു അല്ലേ കരിയർ സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ ഇവിടെ തൃശ്ശൂർ സ്വന്തം നാട്ടിലെ ഒരു ഹോസ്പിറ്റൽ പണിയണം, അത് നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അത് അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലായിരുന്നു മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റലിൻ്റെ ഒരു സ്റ്റാർട്ടിങ് അല്ലേ. അത് എത്രത്തോളം ഇവിടുത്തെ ആളുകൾക്ക് നാട്ടുകാർക്ക് അതൊരു ഉപകാരമായിട്ട് വന്നിട്ടുണ്ട്? അത് വളരെ നല്ല നിലയിൽ ഹോസ്പിറ്റൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം തൃശ്ശൂർക്കാരായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അത് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, വളരെയധികം ഡോക്ടർമാർക്ക് അതുകൊണ്ടുള്ള പ്രയോജനം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ 200ഓളം ജീവനക്കാരുണ്ട്, അവർക്കും അവരുടെ കുടുംബത്തിനും അതിൻ്റെ പ്രയോജനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രതീക്ഷിക്കാത്ത ലെവലിലുള്ള ഒരു സാമൂഹിക സേവനം തന്നെയാണ് അതെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു ക്ലിനിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ ആയിരുന്നില്ലേ, ഹോസ്പിറ്റലായി സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ എല്ലാ അസുഖത്തിനുമുള്ള ട്രീറ്റ്മെൻ്റ് ഉള്ള ഹോസ്പിറ്റലിലേക്ക് അത് വളർന്നിരിക്കുന്നുണ്ട്. അങ്ങനെ ക്ലിനിക്കായിട്ടല്ല, ഒരു ഹോസ്പിറ്റലായിട്ട് തന്നെയാണ് തുടങ്ങിയത്. പക്ഷേ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ച് പേര് കൂടിയിട്ട് ഞങ്ങൾ 10 പേരായിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. എന്നിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിലുള്ളത് കൊണ്ടാണോ ഈ ഡോക്ടർ അല്ലെങ്കിൽ MBBS പഠിക്കാം, ഡോക്ടർ ആവാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? ഞാൻ പഠിക്കുന്ന കാലത്തൊന്നും അങ്ങനെ ഡോക്ടറാണെന്നോ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. പ്രീ യൂണിവേഴ്സിറ്റി കഴിഞ്ഞപ്പോൾ അന്ന് ഈ എൻട്രൻസ് എക്സാമിനേഷനോ ഒന്നുമില്ല, നമ്മുടെ മെറിറ്റിൻ്റെ ബേസിലാണ് അഡ്മിഷൻ കിട്ടുന്നത്. എനിക്ക് ആദ്യം അഡ്മിഷൻ കിട്ടുന്നത് എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അപ്പോൾ ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അതിനുശേഷം കുറച്ച് നാൾ കഴിയുമ്പോഴാണ് എനിക്ക് മെഡിക്കലിന് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു മെഡിക്കൽ, പിന്നെ എനിക്കും തോന്നി ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമത്തിലൊന്നും ഡോക്ടർമാരില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഡോക്ടറുടെ പ്രൊഫഷൻ എടുക്കാമെന്ന് കരുതി അങ്ങനെ പോയതാണ്. അച്ഛനായിരുന്നു എല്ലാ കാര്യങ്ങളിലും പ്രചോദനം, അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനം, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ ഒരു ഓർമ്മകൾ എങ്ങനെ? അച്ഛനൊരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിട്ട് അറിയപ്പെടുന്ന ആളാണ്. നാട്ടിലെല്ലാവർക്കും ഒരു ജനസമ്മതനായിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം. അവിടെ ഞങ്ങളുടെ പഞ്ചായത്തിലെ പ്രസിഡൻ്റായിരുന്നു ദീർഘകാലം. അങ്ങനെ അച്ഛനും നാട്ടുകാരും ആയിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു പ്രേരണയായിരുന്നു. ഈ യാത്രകൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ സാമൂഹ്യ സേവനം എന്നുള്ള ആ ഒരു പോയിന്റ് കുറച്ചും കൂടി ആളുകളെ പരിചയപ്പെടാനൊക്കെ ഉപയോഗമാവുന്നുള്ളത് കൊണ്ടാണോ ഈ യാത്രകൾ? അല്ല, അങ്ങനെയല്ല. യാത്രകൾ നമുക്ക് ഓരോ പുതിയ സ്ഥലങ്ങൾ കാണാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെ പോകുന്നതാണ്. അപ്പോൾ ഓരോ യാത്രയിലും ഓരോ പുതിയ അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നു. ഞാൻ അധികം യാത്ര ചെയ്യുന്നത് തനിച്ചാണ്, ഫാമിലി ഒന്നും കൂടെ വരാറില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ട്രാവൽ ഗ്രൂപ്പിൻ്റെ കൂടെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിൽ ചെന്ന് പെടുമ്പോൾ തന്നെ നമ്മൾ പുതുതായിട്ട് കുറേ പേരെ പരിചയപ്പെടുന്നു. വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ നിന്ന് വരുന്നവരാണ്. അവരുടെ അനുഭവങ്ങളും നമ്മുടെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നു. അപ്പോൾ അത് തന്നെ ഒരു കാരണമാണ്. പിന്നെ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവിടുത്തെ സംസ്കാരവും അവിടുത്തെ ഡെവലപ്മെൻറ്റ്സും ഒക്കെ നമ്മൾ കാണുന്നു, പഠിക്കുന്നു. അതിൽ നിന്ന് നല്ല നല്ല ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും കഴിയാവുന്ന ചെയ്യുന്ന അതിനുള്ള സാഹചര്യം അങ്ങനെയും ഉണ്ടാകാറുണ്ട്. ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ടല്ലോ അല്ലേ, കസ്തൂർബ ഓൾഡ് ഏജ് ഹോം. അതിൻ്റെ എത്ര നാളായി പ്രവർത്തനം തുടങ്ങിയിട്ട്? കസ്തൂർബ ഓൾഡ് ഏജ് ഹോം എന്ന് പറയുന്നത് അന്ന് കസ്തൂർബ ജീവിച്ചിരിക്കുമ്പോൾ തുടങ്ങിയിട്ടുള്ള സംഭവമാണ്. അപ്പം അന്ന് സ്ത്രീകളുടെ അവരുടെ സ്വയം തൊഴിൽ എന്നുള്ള നിലയ്ക്ക് തുടങ്ങിയിട്ടുള്ളതാണ്. സ്ത്രീകളെ നൂൽപ്പ് പഠിപ്പിക്കുക, അങ്ങനെയുള്ള സ്വയം തൊഴിൽ. അന്നത്തെ തൊഴിലെന്ന് പറയുന്നത് ഈ നൂൽപ്പും അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെയാണ് നടന്നു പോന്നിരുന്നത്. അപ്പോൾ പിന്നെ ഈ ഓൾഡ് ഏജ് ഹോം വരുന്നത് പിന്നീടാണ്. അവിടെ കുറേ അമ്മമാരുണ്ട്, വീട്
വീട്ടുകാർ ഉപേക്ഷിച്ചതും അല്ലെങ്കിൽ ആരും നോക്കാനില്ലാത്തവരുള്ള കുറേ അമ്മമാർ അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ലയൺസ് ക്ലബ്ബ് വഴിയാണ് ഞാൻ അവിടെ ഇൻവോൾവ് ആകുന്നത്. അതിപ്പോൾ ഒരു 20 വർഷത്തിൽ കൂടുതലായി ഞങ്ങളവിടെ സ്ഥിരമായിട്ട് അവിടെ പോയി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ തനിച്ചവിടെ ചെയ്തിട്ടുള്ളത്, ഞാൻ അവർക്ക് വേണ്ടി ഒരു കസ്തൂർബ ഹോൾ എന്ന് പറഞ്ഞ ഒരു കെട്ടിടം അവിടെ ഉണ്ടാക്കി കൊടുത്തു. അത് ഞാൻ സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് എൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ എല്ലാം ബിസിനസ്സാണ് ഇന്നത്തെ കാലത്ത്. ഇപ്പോൾ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ലാഭം കൊയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. അപ്പം അങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ ബിസിനസ് കാണുന്ന ഈ ഒരു സമയത്ത് സാറിനെ പോലെ ചിന്തിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ ഈ സാറിൽ ഈ മാറ്റം അല്ലെങ്കിൽ ഈ ഒരു ആഗ്രഹമൊക്കെ വന്നത് എങ്ങനെയായിരുന്നു? ഞാൻ സർവീസിലിരിക്കുമ്പോൾ, ഞാൻ ഗവൺമെൻറ് സർവീസിലായിരുന്നു. ഗവൺമെൻറ് സർവീസിൽ സാധാരണ നമ്മൾ പാവപ്പെട്ടവർക്കാണ് കൂടുതലും സേവനം കൊടുക്കുന്നത്. ഈ അപ്പർ മിഡിൽ ക്ലാസ്സോ അല്ലെങ്കിൽ ഹയർ ക്ലാസ്സോ സാധാരണ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാറില്ല. അപ്പോൾ എൻ്റെ കരിയർ എന്ന് പറയുന്നത് ഗവൺമെൻറ് സർവീസാണ്. ഞാൻ അസിസ്റ്റൻറ്റ് സർജനായിട്ട് ഗവൺമെൻറ് സർവീസിൽ കയറി. പിന്നെ അതിനുശേഷം ഫിസിഷ്യനായിട്ട് പല ഹോസ്പിറ്റലും വർക്ക് ചെയ്തു. പിന്നെ ഹോസ്പിറ്റൽ സൂപ്രണ്ടായിട്ടും DMO ആയിട്ടും അവസാനം ആരോഗ്യവകുപ്പിലെ അഡീഷണൽ ഡയറക്ടറായിട്ടാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് പാവപ്പെട്ടവരെ സേവിക്കുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ് സർവീസിൽ നമ്മൾ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ശമ്പളം കിട്ടുന്ന ജോലി എന്നുള്ളതിനുപരിയായിട്ട് നമുക്കതുകൊണ്ടുള്ളൊരു സംതൃപ്തി കിട്ടാറുണ്ട്. ഈ ഗവൺമെൻറ് ഡോക്ടർ ആവണം അല്ലെങ്കിൽ ഡോക്ടർ ആയ ശേഷമായിരുന്നോ ഇങ്ങനെ ഗവൺമെൻറ് ഡോക്ടർ ആവണം അതിലേക്കൊരു അങ്ങനെ തിരിഞ്ഞു പോയതാണോ അതോ? അല്ലല്ല, ഞാൻ MBBS എടുത്ത കാലത്ത് അന്ന് നമുക്ക് അപ്ലിക്കേഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഹൗസ് ഏജൻസി കഴിയുന്ന ഡേറ്റിന് തന്നെ നമുക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടും ഗവൺമെൻറ് സർവീസിൽ ജോയിൻ ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ അസിസ്റ്റൻറ്റ് സർജനായിട്ട് ജോയിൻ ചെയ്തതാണ്. അപ്പോൾ അന്ന് അതിൻ്റെ കൂടെ എൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്ററിൻ്റെ കൂടെ എനിക്ക് ആർമിയിലേക്കുള്ളൊരു അന്ന് എമർജൻസി, ആർമിയിൽ ഇൻഡോ പാക് വാർ കഴിഞ്ഞ സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആർമിയിൽ ഡോക്ടർമാരുടെ ആവശ്യം ഉണ്ടായതുകൊണ്ട് എമർജൻസി കമ്മീഷനായിട്ട് ഇവിടുന്ന് കുറേ ഡോക്ടർമാരെ അങ്ങോട്ട് അയച്ചു. അപ്പോൾ അതിലും ഞാൻ പെട്ടു. എനിക്ക് വേണമെങ്കിൽ ഒഴിവാകാമായിരുന്നു, പക്ഷേ എനിക്ക് ആർമിയിൽ വർക്ക് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ട് ഞാനതിന് വോളണ്ടിയർ ചെയ്തു പോയി. ഈ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും കാര്യങ്ങളിലൊക്കെ ഫാമിലിയുടെ ഒരു പങ്ക് എങ്ങനെയാണ്? എൻ്റെ ഒരു പ്രവർത്തനത്തിലും ഫാമിലി എതിര് നിൽക്കാറില്ല. അതുകൊണ്ട് തന്നെ എതിർപ്പ് ഇല്ലാത്ത അവർക്ക് ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ പല കാര്യങ്ങളും അവർക്ക് തന്നെ അറിയില്ല എന്നുള്ളതാണ് കാര്യം. സാറിനെ കണ്ടിട്ട് ആ ഒരു റോൾ മോഡലായിട്ടാണോ മക്കൾ രണ്ടുപേരും ഡോക്ടർ ആയി? അല്ല, ഒരിക്കലും അല്ല. അവർക്ക് സ്വയം ഡോക്ടേഴ്സ് ആണെന്ന് തോന്നിയതുകൊണ്ട് തന്നെയാണ് എല്ലാവരും മെറിറ്റിൽ തന്നെയാണ് അഡ്മിഷൻ വാങ്ങിച്ചത്. അപ്പോൾ എല്ലാവരും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത് ബേസിക്കായിട്ട്. പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടിയിട്ട് മാത്രം പല കോഴിക്കോടും മറ്റുള്ള സ്ഥലങ്ങളിലും പോയി. പിന്നെ അവർ തന്നെ ചൂസ് ചെയ്ത് വിദേശങ്ങളിലും ജോലി സമ്പാദിച്ച് അങ്ങോട്ടും പോയി. സാർ ഇപ്പോൾ ഇവിടെ ഹോസ്പിറ്റൽ മിലിറ്ററിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ പാവങ്ങൾക്ക് അതൊരു യൂസ്ഫുൾ ആവണം എന്ന് വിചാരിച്ചല്ലോ. അപ്പോൾ അങ്ങനത്തെ തോട്ട്സ് നമുക്ക് വരുന്ന ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മൊമെൻ്റ് ഉണ്ടാവും, അതൊന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 5 വർഷത്തോളം ഒമാനിൽ ജോലി ചെയ്തിരുന്നു. ഞാൻ ഗവൺമെൻറ് സർവീസിന് ലീവ് എടുത്ത് പോയിട്ട് അവിടെ ജോലി ചെയ്തതാണ്. അപ്പോൾ ആ സമയത്താണ് ഞാനിവിടെ ഒരു സ്വന്തമായിട്ട് വീടുണ്ടാക്കുന്നതും പിന്നെ എൻ്റെ വീടിനോട് ചേർന്ന് തന്നെ ഒരു 1.5 ഏക്കർ സ്ഥലം വിലയ്ക്ക് വാങ്ങുന്നതും. അപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോൾ ഒരു ഐഡിയ തോന്നിയതാണ്, ഈ വാങ്ങിച്ച സ്ഥലത്ത് എന്തുകൊണ്ടൊരു ഹോസ്പിറ്റൽ നമുക്കുണ്ടാക്കിക്കൂടാ. അപ്പോൾ നമുക്ക് റിട്ടയർ ചെയ്യുന്ന സമയത്ത് ചെന്നിരിക്കാനൊരു സ്ഥലമായല്ലോ എന്ന് മാത്രമേ അന്ന് ആലോചിച്ചിട്ടുള്ളൂ. കൂടുതൽ എൻ്റെ സാമ്പത്തിക കാര്യങ്ങളോ അല്ലെങ്കിൽ സോഷ്യൽ സർവീസോ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല അന്ന് തുടങ്ങിയത്. അതുപോലെ നീന്തൽ താരമായിരുന്നു സാറെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോഴും അതൊക്കെ ഉണ്ടോ? നീന്തൽ താരമൊന്നുമല്ല. ഞാൻ ചെറുപ്പം മുതലേ ഈ കരുവന്നൂപ്പുഴയുടെ തീരത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുളിക്കാൻ പോകുന്നത് കരുവന്നൂപ്പുഴയിലാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ നീന്തി പഠിച്ചതാണ്, അല്ലാതെ ആരും പഠിപ്പിച്ചതൊന്നുമല്ല. പിന്നെ അതിനുശേഷം സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നീന്തൽ ഒന്നും നടന്നിട്ടില്ല. വീണ്ടും റിട്ടയർമെൻറ്റിന് ശേഷമാണ് ഇവിടെ സ്വിമ്മിംഗ് പൂൾ സൗകര്യങ്ങളുള്ളതുകൊണ്ട് നീന്തൽ വീണ്ടും തുടങ്ങിയത്. അത് കഴിഞ്ഞ ഒരു 25 വർഷത്തിലധികമായിട്ട് പതിവായിട്ട് എല്ലാ ദിവസവും നീന്താൻ പോകാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ഒരു
മെഡൽ വിന്ന് കിട്ടുകയോ ചെയ്യുന്നതല്ലായിരുന്നു ലക്ഷ്യം. അതിവിടെ തൃശ്ശൂർ വെച്ചൊരു കോമ്പറ്റീഷൻ വന്നപ്പോൾ അതിൽ പങ്കെടുത്തു. അപ്പോൾ അതിൽ എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് മെഡലുകൾ കിട്ടി, അത് മാത്രമേ ഉള്ളൂ. സാർ ഈ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ സർവീസ് എന്നുള്ള ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സാറിൻ്റെ ഒരു വിഷൻ എന്തായിരുന്നു? ശരിക്കും ഈ ഹോസ്പിറ്റൽ തുടങ്ങുമ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് റിട്ടയർമെൻറ്റിന് ശേഷം ചെന്നിരിക്കാവുന്ന ഒരു സ്ഥലം എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ ഹോസ്പിറ്റൽ പിന്നെ ഡെവലപ്പ് ചെയ്ത് വന്നു, കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ അതിനെ കൂടുതൽ വിവരങ്ങളിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായി. അതിപ്പോൾ ആ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പോഴും പുതിയ പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ ഞാൻ സാറിനെ പറ്റി ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോഴത്തേക്കും ബ്ലഡ് ബാങ്കിൻ്റെ ഒരു കാര്യം കണ്ടു. അതായത് നമുക്ക് ബ്ലഡ് കിട്ടാതിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അപ്പോൾ ഏതൊരു പോയിന്റിലായിരുന്നു അങ്ങനെ ഒരു അത് സ്റ്റാർട്ട് ചെയ്തത് ബ്ലഡ് ബാങ്കിൻ്റെ? അത് തൃശ്ശൂർ IMAയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ബ്ലഡ് ബാങ്ക് തുടങ്ങണം എന്നുള്ളൊരു ആശയം വന്നു. അപ്പോൾ അതിൻ്റെ തുടക്കം മുതലേ ഞാനും അതിൻ്റെ ഫണ്ട് റേസിങ്ങിനൊക്കെ ഞാനും ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു തൃശ്ശൂരിൻ്റെ പൊതുവായിട്ടുള്ളൊരു ആവശ്യം എന്നുള്ള നിലയ്ക്ക് IMAയുടെ നേതൃത്വത്തിലാണ് ബ്ലഡ് ബാങ്ക് വരുന്നത്. അപ്പോൾ അതിൽ ഞാനന്ന് IMA പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് അതിൻ്റെ ഇനോഗ്രേഷനൊക്കെ നടന്നത്. പിന്നെ അതിനുശേഷം ഞാൻ തന്നെ അതിൻ്റെ ഡയറക്ടറായിട്ട്, ഉടനെ അല്ല, കുറച്ച് കാലത്തിന് ശേഷം ഞാനതിൻ്റെ ഡയറക്ടറായിട്ട്, ഇപ്പോൾ കഴിഞ്ഞ 6 വർഷമായിട്ട് ഞാൻ ഡയറക്ടറായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. സാർ ഇപ്പോൾ ഏകദേശം എത്ര രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടാവും? ഏകദേശം ഒരു 40-ലധികം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അല്ല, ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ നമ്മളെ വിസ്മയിപ്പിച്ച ഒരു സ്ഥലമുണ്ടോ? അത് പല സ്ഥലങ്ങളിലും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ എനിക്ക് കെനിയയിൽ പോയപ്പോൾ അവിടുത്തെ വന്യമൃഗങ്ങളെയൊക്കെ കാണുന്നതും ഇത്ര അടുത്ത് കാണുന്നതൊക്കെ ഒരു വല്ലാത്ത ഒരു അനുഭവമായിരുന്നു. ആയിരക്കണക്കിനോ അല്ലെങ്കിൽ ലക്ഷക്കണക്കിനോ മൃഗങ്ങളാണ് അവിടെ സ്വതന്ത്രമായിട്ട് അവിടെ വിഹരിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ അവിടെ ഒരു അന്യരാണ് ശരിക്കും, അത് അവരുടെ ഒരു സ്ഥലമാണ് ശരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഈയിടെ ഇക്വഡോറിൽ പോയിരുന്നു. അത് ഭൂമധ്യരേഖ കടന്നു പോകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ആ ഇക്വഡോർ കടന്നു പോകുന്ന ആ ഒരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഒരു കാല് നോർത്ത് പോളിലും ഒരു കാല് സൗത്ത് പോളിലുമായിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. പിന്നെ അവിടെ ചില എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തും. അപ്പോൾ ഒരു വെള്ളം ഇങ്ങനെ റൈറ്റ് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ അത് വലത്തോട്ട് തിരിയും, ലെഫ്റ്റ് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇടത്തോട്ട് തിരിയും, അങ്ങനെയൊക്കെയുള്ള ചില സംഗതികളൊക്കെ, അതൊക്കെ ഒരു അതിശയം തന്നെയായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ അതിനടുത്ത് ഒരു 100 കിലോമീറ്റർ അകലെ ഒരു ഐലൻഡ് ഉണ്ട്, ഗാലപ്പഗോസ് എന്നുള്ളൊരു ഐലൻഡ്. അവിടേക്ക് അതാണ് ചാൾസ് ഡാർവിൻ ഈ പരിണാമ സിദ്ധാന്തമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉള്ള പരീക്ഷണങ്ങൾ നടത്തിയ സ്ഥലം. അവിടെ ഇപ്പോഴും ചാൾസ് ഡാർവിൻ്റെ റിസർച്ച് സ്റ്റേഷനുണ്ട്, അവിടെ പോകാൻ കഴിഞ്ഞു. അപ്പോൾ അവിടെ പല പല നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത പല ജീവികളെ അവിടെ കാണാൻ കഴിഞ്ഞു. ഭീമൻ ആമകൾ, 400 കിലോ ഒക്കെ തൂക്കമുള്ള, ഒരു 6 അടി ഡയമീറ്ററൊക്കെ ഉള്ള അത്തരത്തിലുള്ള ആമകൾ, വലിയ ഓന്തുകൾ, അതുപോലെ സ്രാവുകൾ, കൊമ്പൻ സ്രാവുകൾ, അങ്ങനെ പല പല വിചിത്ര ജീവികളെ അവിടെ കാണാൻ കഴിഞ്ഞു. അതൊക്കെ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ആരോഗ്യ മേഖലയിൽ ഒരു 10 വർഷത്തിനകത്ത് എന്തൊരു മാറ്റം വരണമെന്നാണ് സാറ് ആഗ്രഹിക്കുന്നത്? അല്ല, നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽസൊക്കെ കുറേശ്ശെ നല്ല നിലയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്ത സമയത്തുള്ള തരത്തിലല്ല ഇപ്പോൾ കുറേ കൂടിയൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട് അവിടുത്തെ എല്ലാ സൗകര്യങ്ങളും. പല ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും പ്രൈവറ്റ് ഹോസ്പിറ്റലിന് വെല്ലുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം അങ്ങനെയൊന്നും ആയിട്ടില്ല. പിന്നെ ഈവൻ പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇനിയും കുറേ മുന്നോട്ട് പോകാനുണ്ട്. അതിന് ഈ പറഞ്ഞ പോലെ ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് വേണം, അതിനുള്ള ടെക്നിക്കൽ സ്റ്റാഫ് വേണം. അതൊക്കെ തന്നെയാണ് പ്രശ്നം. ഈ യാത്രകൾ പോലെ തന്നെ വായന നമുക്കൊരു റിഫ്രഷ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറ്റുന്നതാണ്. സാറിന് വായിക്കാൻ സമയമൊക്കെ കിട്ടാറുണ്ടോ? ഞാൻ മുമ്പ് ധാരാളം വായിച്ചിരുന്നു. അന്ന് ഒരുവിധം എല്ലാ മേഖലയിലും പെട്ട പുസ്തകങ്ങളെല്ലാം വായിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ദൃശ്യമാധ്യമങ്ങളൊക്കെ കൂടുതലായി വന്നതോട് കൂടിയിട്ട് അതിന് സമയം കിട്ടാറില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. വായനയിൽ ഏത് ജോണർ ബുക്സിനോട് താല്പര്യം? ഈ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണോ അതോ? അതല്ല, പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അതിപ്പോൾ ഫിക്ഷനാണ്,
കൂടുതൽ അധികം മലയാളത്തിലുള്ള നോവലുകളോ അല്ലെങ്കിൽ ജീവചരിത്രങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുക്കുകളൊക്കെയാണ് ഞാൻ കൂടുതലായിട്ടും വായിക്കാറ്. ഈ ആരോഗ്യമേഖല ഡെയിലി വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ നമ്മൾ ഡോക്ടേഴ്സും അതനുസരിച്ച് എല്ലാ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ സാറിൻ്റെ അത്തരം റിസർച്ചുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത്? അതിപ്പോൾ ഞങ്ങളുടെ ഈ IMAയുടെ നേതൃത്വത്തിലും അല്ലെങ്കിൽ മറ്റുള്ള ഈ ഞങ്ങളുടെ ഓരോ സ്പെഷ്യാലിറ്റിക്കും അതിൻ്റേതായിട്ടുള്ള ഓരോ ക്ലബ്ബുകളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ എപ്പോഴും ഈ അപ്ഡേറ്റിംഗ് നടന്നുകൊണ്ടിരിക്കും. ഈ മീറ്റിംഗ്, ഈ പുതിയ പുതിയ വിഷയങ്ങളെ പറ്റിയുള്ള ചർച്ചകളും സെമിനാറുകളും അതൊക്കെ നടന്നുകൊണ്ടിരിക്കും. അതൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. സാർ, ഹോസ്പിറ്റൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം വന്നല്ലോ. അപ്പോൾ ഹോസ്പിറ്റലിന് എന്ത് പേരിടണം, അല്ലെങ്കിൽ ഈ ഒരു മെട്രോപൊളിറ്റൻ എന്നുള്ള പേരിടണം എന്നുള്ളത് അതെങ്ങനെയായിരുന്നു ആ ഒരു പേരിലേക്ക് എത്തിച്ചേർന്നത്? അത് ആ പേര് ഞാനിട്ടതല്ല. ഞങ്ങളുടെ ആർക്കിടെക്റ്റ് ഒരു 4-5 പേരുകൾ സജസ്റ്റ് ചെയ്തു. അതിൽ നിന്നും ഞങ്ങൾ തിരഞ്ഞെടുത്തൊരു പേരാണ്, അല്ലാതെ ഞാനിട്ട പേരല്ല. ഇപ്പൊ കൺസൾട്ടേഷൻ ഇല്ല എന്ന് പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് ഇപ്പൊ നിർത്തിയത്? അത് എനിക്ക് ഒരു പ്രായമാകുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ മാറ്റി നിർത്തണം. പിന്നെ നല്ല നമ്മുടേതായിട്ടുള്ള പ്രയോറിറ്റീസ് വേറെ ഉള്ളതുകൊണ്ട് പ്രാക്ടീസ് വേണ്ടെന്ന് വെച്ചത്രേ ഉള്ളൂ. സാറിന് അന്വേഷിച്ച് ഇപ്പോഴും രോഗികൾ പഴയ കൺസൾട്ട് ചെയ്തവരൊക്കെ വരാറുണ്ടോ? അത് കുറച്ചൊക്കെ ഇവിടെ ഇപ്പം ഞാൻ ഹോസ്പിറ്റലിലും കൂടെ ഇൻവോൾവ് ആയതുകൊണ്ട് ആരെങ്കിലും വന്നാൽ തന്നെ മറ്റുള്ളവർക്ക് റെഫർ ചെയ്യാറാണ് പതിവ്. ഇപ്പോൾ സാറ് ഹോസ്പിറ്റൽ നമുക്ക് തൃശ്ശൂരിലുണ്ട്, കസ്തൂർബ എന്നൊരു ഓൾഡ് ഏജ് ഹോം നടത്തുന്നുണ്ട്. അപ്പോൾ ചാരിറ്റിയിൽ ഇനി സാറിൻ്റെ ഒരു വിഷൻ എന്താണ്? ചാരിറ്റിയിൽ ഞാൻ വേറെ ഒരു സംരംഭത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് സൊലൈസ് എന്ന് പറഞ്ഞൊരു സംഘടന അവിടെയുണ്ട്. അത് ഈ ക്യാൻസർ വന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ അതുപോലെ ദീർഘകാല അസുഖമുള്ള കുട്ടികൾക്കും വേണ്ടിയിട്ട് ഷീബ അമീർ എന്ന് പറയുന്നൊരു ലേഡി എൻ്റെ സുഹൃത്താണ്. അവർ തുടങ്ങിയിട്ടുള്ളൊരു സംരംഭമാണ്. അതിൽ ഞാൻ സജീവമായിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഒരു 10 ജില്ലകളിലായിട്ട് ഒരു 5000-ഓളം കുട്ടികൾക്ക് അവരുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മാത്രമല്ല അവരുടെ ഫാമിലിക്കുള്ള സപ്പോർട്ടുകളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് ക്യാൻസർ വന്നു പോയി കഴിഞ്ഞാൽ ആ കുടുംബം മുഴുവൻ സഫർ ചെയ്യുകയാണ്. അല്ല, കുട്ടി മാത്രമല്ല സഫർ ചെയ്യുന്നത്, കൂടെയുള്ള ആ കുട്ടികളുടെ സഹോദരങ്ങളുടെ വിദ്യാഭ്യാസം മുടങ്ങുന്നു, അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള മറ്റുള്ള ഉപാധികൾ ഒക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഈ സൊലൈസ് എന്നുള്ള സംഘടന പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിന് ഷീബയുടെ നേതൃത്വത്തിലുള്ള സംഘടനയ്ക്ക് ഞാൻ നല്ല നിലയിൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ളൊരു തലമുറയിൽ ഈ ചാരിറ്റി അല്ലെങ്കിൽ സാമൂഹ്യ സേവനം എന്നുള്ളത് ഒരു കുറഞ്ഞു പോകുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ടോ? അത് ഇല്ല. അത് കുട്ടികളെ നമ്മൾ ശരിക്കും ഈ മേഖലയിലേക്ക് കൊണ്ടുവരാത്തതിൻ്റെ കുറ്റമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ സൊലൈസ് എന്നുള്ള സംഘടനയുടെ മുഴുവൻ പ്രവർത്തകരും വോളണ്ടിയേഴ്സാണ്. അപ്പോൾ തുടക്കത്തിലൊക്കെ ഇതിന് വോളണ്ടിയേഴ്സായിട്ട് വന്നിരുന്നവർ റിട്ടയർ ചെയ്തിട്ടുള്ള ആൾക്കാരായിരുന്നു. അവരുടെ ഹൗസ് വിസിറ്റിനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ അത് മാറ്റി ഞങ്ങൾ ഈ കോളേജിലും ഉള്ള കുട്ടികളെ തന്നെ അതിൻ്റെ യൂത്ത് വിങ്, സൊലൈസിൻ്റെ ഒരു യൂത്ത് വിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വോളണ്ടിയേഴ്സായിട്ട് എല്ലാ കോളേജുകളിൽ നിന്നും ഈ NSS എൻ്റെ മെമ്പർമാരായിട്ടുള്ള സ്റ്റുഡൻസിനെ ഈ സൊലൈസ് എന്നുള്ള പ്രസ്ഥാനത്തിൽ ഇൻവോൾവ് ചെയ്യുകയാണ്. അവർ വളരെ സജീവമായിട്ട് വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന സേവനം തന്നെ, ഇപ്പോൾ ആ ഒരു കുടുംബത്തിലൊരു കുട്ടിക്ക് ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ മറ്റേതെങ്കിലും കുട്ടിയുടെ വിദ്യാഭ്യാസം അതുമൂലം മുടങ്ങുകയാണെങ്കിൽ അതുവരെ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ധനസഹായമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ധനസഹായം ആവശ്യമുള്ള ആൾക്കാരെ കണ്ടെത്തുന്നത് മുഴുവൻ ഈ കുട്ടികളാണ്. ഈ സൊലൈസ് യൂത്ത് എന്ന് പറയുന്ന ആ വോളണ്ടിയേഴ്സാണ്. അവരെ അപ്രോച്ച് ചെയ്ത് സാറിലേക്ക് എത്തിക്കുന്നത് അവരാണ്. അതെ അതെ. അപ്പോൾ ശരിക്കും അവർ മോട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ മുന്നോട്ട് വരാൻ തയ്യാറാണ്. അവരതിൽ വളരെയധികം ഇഷ്ടപ്പെടുന്നുമുണ്ട് അവർക്ക് എന്നാണ് എൻ്റെ അനുഭവം. ഈ ഒരു ജനറേഷന് തരാനുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും സാറിന്? അങ്ങനെ ഈ എന്താ പറയേണ്ടത്, നമ്മുടെ പ്രൊഫഷനോടൊപ്പം തന്നെ സാമൂഹിക പ്രവർത്തനത്തിലും നമ്മൾ ഇൻവോൾവ് ആകണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ ആരോഗ്യ മേഖല പോലെ തന്നെ സാർ ഇപ്പോൾ ബിസിനസ് മേഖലയിൽ സജീവമാവാനാണ് തീരുമാനം. അപ്പോൾ വേറെ എന്തൊക്കെ ബിസിനസ്സുകളാണ് ഉള്ളത്? ഞങ്ങളുടേതായിട്ട് ഒരു റിസോർട്ടുണ്ട്, ഒരു 5 സ്റ്റാർ റിസോർട്ടാണ്, ബ്ലൂ സെറീൻ റിസോർട്ട്സ് എന്ന് പറഞ്ഞ്. ഇവിടെ നിന്ന് ഒരു 20 കിലോമീറ്റർ അകലെ കനോലി കനാലിൻ്റെ തീരത്താണ്. അത് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളെല്ലാം കൂടി തുടങ്ങിയിട്ടുള്ള ഒരു റിസോർട്ടാണ്. അവിടെ ഏകദേശം ഒരു 50 പേർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്.
അതുപോലെ തന്നെ ബോട്ടിംഗ് സൗകര്യങ്ങളുണ്ട്, പിന്നെ സ്വിമ്മിംഗ് പൂൾ അങ്ങനെയുള്ള സൗകര്യങ്ങളും ഉണ്ട്. ഏകദേശം എത്ര നാളായി ഇപ്പോൾ അത് തുടങ്ങിയിട്ടൊരു 5 വർഷത്തോളമായി. 5 വർഷത്തോളമായിട്ടുണ്ട്. സാർ ശ്രീനാരായണ ഗുരുഭക്തനാണ്. വന്നപ്പോഴത്തേക്ക് ഫോട്ടോസൊക്കെ അവിടെ കണ്ടായിരുന്നു. അതെ. അപ്പോൾ ഗുരുവിൻ്റെ ആശയങ്ങളൊക്കെ ജീവിതത്തിലേക്ക് പകർത്തി ആ ഒരു രീതിയിലായിരുന്നു. അത് എൻ്റെ അച്ഛൻ ശ്രീനാരായണ ഒരു ഭക്തനായിരുന്നു. അപ്പോൾ അങ്ങനെ ചെറുപ്പം മുതലേ തന്നെ ഗുരുദേവൻ്റെ സന്ദേശങ്ങളൊക്കെ വായിക്കാനും പഠിക്കാനൊക്കെ ഉള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറുക്കഞ്ചേരി അമ്പലത്തിൽ, അത് ഇവിടുന്ന് അടുത്ത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവിടെ ഒരു ദീപസ്തംഭം ഞാൻ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ അവിടെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാറുണ്ട്. സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഉണ്ട്. അതുപോലെ ധാരാളം മൊമെൻറ്റോസ് കണ്ടായിരുന്നു ഞാൻ വന്നപ്പോൾ. ഇപ്പം അതിൻ്റെ പേരുകൾ പറയണമെങ്കിൽ ചിലപ്പോൾ ഞാൻ പഠിക്കാൻ കുറേ സമയമെടുക്കും. അപ്പോൾ കുറേ മെഡലുകളും മൊമെൻറ്റോസും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ അംഗീകാരങ്ങളാണ് സാറിന് കിട്ടിയിട്ടുള്ളത്? വലിയ അംഗീകാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രതാപ് സിംഗ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. SNDP യൂണിയൻ പ്രസിഡൻ്റായിട്ടുള്ള പ്രതാപ് സിംഗിൻ്റെ പേരിലുള്ള അവാർഡാണ്. സാമൂഹിക സേവനത്തിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ IMAയുടെ റെക്കഗ്നിഷൻസ് ഉണ്ട്. പിന്നെ എൻ്റെ വേറെ ഒരു പ്രധാനപ്പെട്ട IMA ബ്ലഡ് ബാങ്കുമായിട്ട് ഉള്ള അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ മൊബൈൽ ബ്ലഡ് ബാങ്കിങ് കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ അവിടുത്തെ ഡയറക്ടറായിരിക്കുന്ന സമയത്താണ്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ധാരാളം യാത്രകൾ ചെയ്തിട്ടുണ്ട്, കുറേ സാമൂഹ്യ പ്രവർത്തനങ്ങൾ, കുറേ അനുഭവങ്ങളുണ്ട്. അപ്പം വായനയോട് ഇഷ്ടമുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി, ഒരു ആത്മകഥയൊക്കെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അതിന് മാത്രമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. എങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും എഴുതാൻ ശ്രമിക്കാം. എഴുത്തിനോടൊരു ഇഷ്ടം, ഒരു പ്രണയമുണ്ടോ? എഴുതാനായിട്ട് അധികം സന്ദർഭങ്ങൾ കിട്ടിയിട്ടില്ല. വായിക്കാൻ ഇഷ്ടമാണ്, ധാരാളം വായിക്കാറുണ്ട്. ഓട്ടോബയോഗ്രഫിയെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല? അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. സാറിനെ പറ്റിയിട്ടുള്ള ആർട്ടിക്കിൾസ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. ഇതുപോലെ തന്നെ സാറിന് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. കണ്ടതിൽ സന്തോഷം. താങ്ക് യു.